ഇന്ന് ലോക ദന്ത സംരക്ഷണ ദിനം. ആരോഗ്യകരമായ ദന്ത സംരക്ഷണത്തിന് എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്? ദൈനംദിന ജീവിതത്തിലെ ചെറിയ അശ്രദ്ധകൾ പല്ലിന്റെ ആരോഗ്യത്തെ എങ്ങനെയാണ് പ്രതികൂലമായി ബാധിക്കുന്നത്? ലോക ദന്ത സംരക്ഷണ ദിനത്തിൽ അമൃത സ്കൂൾ ഓഫ് ഡെന്റിസ്ട്രിയിലെ പ്രൊഫസർ രാകേഷ് ആർ രാജൻ നമുക്ക് ചില ടിപ്പുകൾ പറഞ്ഞുതരും. നമ്മളെല്ലാവരും എപ്പോഴും ചിന്തിക്കും, എന്തുകൊണ്ടാണ് എപ്പോഴും ഡോക്ടറിനെ കണ്ടാലും ഡോക്ടർ പറയും 6 മാസം കൂടെ ചെക്ക് ചെയ്യണം, 6 മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്യണമെന്ന്. അത് പറയുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കേടോ അല്ലെങ്കിൽ നിങ്ങളുടെ വായിലുണ്ടാകുന്ന ഒരു ചെറിയ ചേഞ്ചസ് ഞങ്ങൾക്ക് നോട്ട് ചെയ്യാനുള്ള ആവശ്യത്തിന് വേണ്ടിയാണ്. അങ്ങനത്തെ കാര്യങ്ങൾ അപ്പോഴേ നമ്മൾ നോട്ട് ചെയ്താൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാര്യമായ ഒരു പ്രശ്നം വരുന്നതിന് മുന്നേ നമുക്കത് പരിഹരിക്കാൻ പറ്റും. നമ്മൾ ഡെയിലി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് ഷുഗർ എക്സ്പോഷർ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ പഞ്ചസാര അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് കൂടുതൽ കഴിക്കുകയാണെങ്കിൽ ഇമീഡിയറ്റ്ലി പറ്റുകയാണെങ്കിൽ വാ കഴുകുക, അല്ലെങ്കിൽ ഇമീഡിയറ്റ്ലി ബ്രഷ് ചെയ്യുക. 2 നേരം ബ്രഷ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. മൗത്ത് വാഷസ് ഒത്തിരി പേര് ചോദിക്കുന്നൊരു കാര്യമാണ്. മൗത്ത് വാഷ് ഉപയോഗിക്കാം, പക്ഷേ അത് ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. എന്തുകൊണ്ടാണ് പല്ല് ക്ലീൻ ചെയ്യുന്നത്? പല്ല് ക്ലീൻ ചെയ്യുന്നത് നിങ്ങളുടെ അപ്പിയറൻസിനെ മാത്രം ബാധിക്കാൻ വേണ്ടിയല്ല, അതിന് ഫങ്ഷണൽ റീസൺസും ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അഴുക്ക് കുറേ നാൾ അടിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ മോണയിറക്കം, അങ്ങനത്തെ പല പല ചേഞ്ചസ് നമ്മുടെ വായിലുണ്ടാവും. സാധാരണ ഈ ക്ലീനിങ്ങിൻ്റെ വേറൊരു ഇത് പറഞ്ഞുതരാം. ഈ അൾട്രാസോണിക് ക്ലീനിങ് ആണ് നമ്മൾ യൂഷ്വലി ചെയ്യുക. അതിനകത്ത് ആ ടിപ്പ് വളരെയധികം ഹൈ സ്പീഡിൽ മൂവ് ചെയ്യുന്നൊരു ടിപ്പാണ്. ആൻഡ് ദറ്റ് ഇസ് ഭയങ്കര ജെൻറ്റിലാണ്. അത് ശരിക്കും നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പല്ലിൻ്റെയും മോണയുടെയും ഇടയിലൂടെയാണ് നമ്മൾ അതിനെ പതുക്കെ ഓടിച്ചാണ് അത് വൃത്തിയാക്കുന്നത്. ഈ ഇനാമൽ നഷ്ടപ്പെട്ട ഭാഗങ്ങളിലാണ് നമ്മളിത് തൊടുമ്പോഴാണ് പേഷ്യൻ്റ് യൂഷ്വലി പുളിപ്പ് പറയുക. പിന്നെ പേഷ്യൻസിന് ഈ കംപ്ലയിൻറ്റ് പറയാനുള്ള കാരണങ്ങൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓൾറെഡി കക്ക പോലെ അഴുക്ക് പിടിച്ചിരുന്ന് അവിടെ ചൂടും തണുപ്പും തട്ടാതായി അവിടെ പേഷ്യൻ്റ് സെൻസേഷൻ ഇല്ലാതിരിക്കുന്നിടത്ത് നമ്മൾ പെട്ടെന്ന് വൃത്തിയായി കഴിയുമ്പോൾ യൂഷ്വലി പേഷ്യൻസിന് ഈ കംപ്ലയിൻറ്റ് വരാം. പണ്ടാണ് കമ്പി ഇടുന്നത് പല്ല് പൊങ്ങിയതിന് ശേഷമാണ്. അല്ല, അത് തെറ്റാണ്. കുഞ്ഞ് വളരുമ്പോഴേ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അപ്പം തൊട്ടേ നമുക്കത് കറക്റ്റ് ചെയ്ത് പോവാം. അതുകൊണ്ടാണ് ആ ചേഞ്ചസ് എല്ലാ ഫീൽഡിലും ഉണ്ട്, ഡെൻറ്റിസ്ട്രിയിലും ഉണ്ട്.